ഞാൻ നിൽക്കുന്നത് തമ്പാനൂർ KSRTC ടെർമിനലിൻ്റെ മൂന്നാമത്തെ നിലയിലാണ്. ഇവിടെയാണ് ലോട്ടറിയുടെ ജില്ലാ ഓഫീസ് അടക്കമുള്ള കാര്യങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഒരു പക്ഷേ സൗകര്യങ്ങളില്ലാത്തതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ, ഭിന്നശേഷി സൗഹൃദമല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുടെ കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. പക്ഷേ ഈ ഒരു സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം ഭിന്നശേഷി സൗഹൃദമാണ്. ഇതുപോലെ റാമ്പ് സൗകര്യമുണ്ട്. ഇപ്പോൾ ഈ വാഹനത്തിലൊക്കെ വരുന്നവർക്ക് കൃത്യമായി ഇപ്പോൾ ലോട്ടറി ഓഫീസിലേക്ക് അടക്കം പോകേണ്ടവർക്ക് ഇതുവഴി ഇവിടെ വരെ എത്താവുന്നതാണ്. പക്ഷേ ഭിന്നശേഷി സൗഹൃദമാണ് എന്ന് പറയുമ്പോൾ പോലും ആദ്യത്തെ ഉദാഹരണമായി കാണിക്കാനുള്ളത് അവിടെ ഒരു പാർക്കിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പാർക്കിംഗ് സ്പേസ് ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിന് തൊട്ടു താഴെയായി പാർക്ക് ചെയ്തിരിക്കുന്നതൊന്നും ഡിഫറൻ്റ്ലി ഏബിൾഡായ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരുടെ വാഹനമല്ല എന്നതാണ്. ഇവർക്കായി നിയോഗിച്ച സ്ഥലമാണ്. പക്ഷേ ഈ സ്ഥലത്ത് ഇപ്പോഴും പാർക്ക് ചെയ്യുന്നത് മറ്റു വാഹനങ്ങളാണ്. പലപ്പോഴും നമ്മളുടെ കൂടെയുള്ളത് ചേട്ടൻ പറയുന്നത് പ്രകാരം ചേട്ടനൊക്കെ ഈ വണ്ടിയുമായി വന്നാൽ പോലും ഇവിടെ ഒന്നും വാഹനം വെക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എപ്പോഴും ഉണ്ടാകാറ് എന്നുള്ളതാണ്. അങ്ങനെയാണോ ചേട്ടാ? നമ്മൾ വാഹനമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെക്കേണ്ട സൗകര്യം അങ്ങനെ കിട്ടാറില്ല. പിന്നെ വഴിയിൽ എവിടെയെങ്കിലും വെച്ചിട്ടാണ് പോകുന്നത്. തിരിച്ചു വരാൻ നേരത്ത് വണ്ടി ആരെങ്കിലും തള്ളി അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വെച്ചിരിക്കും. നമ്മൾ തിരിച്ച് ഇറങ്ങുന്ന സ്ഥലത്തുനിന്ന് വണ്ടി എടുക്കാനും പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഭിന്നശേഷിക്കാർക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ളതാണ് ഈ സ്പേസ് ഇട്ടിട്ടുള്ളത്. പക്ഷേ ഞാനിവിടെ വന്നിട്ട് ക്ഷേമനിധിയിൽ വന്നപ്പോഴും ലോട്ടറി ഓഫീസിൽ വരുമ്പോഴത്തേക്കും എനിക്കിവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയിട്ടേ ഇല്ല. അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അതാണ് ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ വരെ റാമ്പുണ്ട്. പക്ഷേ ഇനി ലോട്ടറി ഓഫീസിലേക്കോ ക്ഷേമനിധി ഓഫീസിലേക്കോ പോകണമെങ്കിൽ ഇതുപോലെ സ്റ്റെപ്പ് കയറി വേണം മുകളിലേക്ക് കയറാൻ എന്നുള്ളതാണ്. ചേട്ടനെ പോലുള്ളവർ ഒരുപക്ഷെ ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഈ സ്റ്റെപ്പ് കയറി പോകുന്നത്. പിന്നെ എവിടെയാണ് ഈ ഭിന്നശേഷിക്കാരുടെ സൗഹൃദമുള്ള സ്ഥലമാകുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇവർക്കും ചോദിക്കാനുള്ളത് എന്നതാണ്. അപ്പുറത്ത് ലിഫ്റ്റ് സൗകര്യമുണ്ട്. പക്ഷേ ആ ലിഫ്റ്റ് സൗകര്യത്തിലൂടെ വരികയാണെങ്കിൽ ആ ലിഫ്റ്റിലേക്ക് കയറേണ്ട തുടക്കത്തിൽ 3-4 സ്റ്റെപ്പ് കയറേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ്. ഇനി റാമ്പ് കയറി ഈ മൂന്നാമത്തെ നിലയിലെത്തി ഇവിടെ ഇറങ്ങിയാൽ ഇതുപോലെ സ്റ്റെപ്പ് കയറി പോകേണ്ട സ്ഥിതിയാണ്. ചേട്ടന് നിലവിൽ ബുദ്ധിമുട്ടില്ല. കാരണം ഇപ്പോൾ ഇവിടേക്ക് പോയി ഇത് രീതിയിൽ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അത് ശീലത്തിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് ചേട്ടൻ പറയുകയും ചെയ്യുന്നത്. ചേട്ടാ, ഈ ഒരു സ്റ്റെപ്പ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? സ്റ്റെപ്പ് കയറുന്നത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നിരുന്നാലും ചെറുതിലെ അങ്ങനെ ശീലിച്ചതിൻ്റെ ഭാഗമായിട്ട് കയറാം, വിഷയമില്ല. പിന്നെ നമ്മുടെ പ്രായവും അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ നിന്ന് അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് റാമ്പുണ്ട്. ഈ റാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ഗ്ലേസിങ്ങുള്ള റാമ്പാണ്. അവിടെ മാറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൗകര്യമായിരുന്നു. മാറ്റില്ലാത്തടത്തോളം മഴ ടൈമിലോ അങ്ങനെയൊക്കെ ആണെങ്കിലോ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഈ റാമ്പ് വഴി കയറാൻ. ആ റാമ്പ് ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരാം. കാരണം ഈ സ്റ്റെപ്പ് കയറി ഇവിടേക്ക് എത്തുന്നു. ഇനി ഒരു ക്ഷേമനിധി ഓഫീസിലേക്ക് പോകേണ്ടവർ അല്ലെങ്കിൽ ജില്ലാ ഭാഗ്യക്കുറി ഓഫീസിലേക്ക് പോകേണ്ടവരൊക്കെ തന്നെയും ഇവിടെ എത്തുന്നു. ഭിന്നശേഷിക്കാരായ ആളുകൾ ഇവിടെ എത്തിയാൽ വീണ്ടും ഇവിടെ ഒരു റാമ്പ് കാണാം. ഈ റാമ്പിലൂടെയാണ് ഇനി കയറേണ്ടത്. ഒരുപക്ഷെ നമുക്ക് തന്നെ തോന്നാം, ആദ്യം ഒരു റാമ്പ് വഴി കയറി ഒരു ഭാഗത്തെത്തുന്നു, അവിടെ നിന്ന് വീണ്ടും സ്റ്റെപ്പ് കയറേണ്ട സാഹചര്യം, പിന്നീട് ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഒരു റാമ്പ് കാണാം എന്നുള്ളതാണ്. പക്ഷേ ഈ റാമ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതിലൂടെ കയറാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ചേട്ടൻ പറഞ്ഞത് ഈ സ്റ്റെപ്പ് കയറുന്നതിനേക്കാൾ, നേരത്തെ നമ്മൾ ചേട്ടൻ സ്റ്റെപ്പ് കയറുന്നത് കണ്ടു, അത് ഈ 2 സ്റ്റിക്കും പിടിച്ചിട്ടായിരുന്നു. പക്ഷേ ഈ റാമ്പ് കയറാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നതാണ്. ഈ പറയുന്നത് പോലെ ഭിന്നശേഷി സൗഹൃദം എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള റാമ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നവർക്ക് ഈ സൗകര്യങ്ങൾ കൊണ്ട് എന്താണ് ഗുണം, ഇത് എത്രത്തോളം ഗുണകരമാകുന്നു എന്ന ചോദ്യമാണ് ഇവർക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് എന്നതാണ്. കാരണം ഈ പറയുന്നത് പോലെ ഈ ഭാഗം ഇത് സ്ലിപ്പാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ്. കാരണം ഇവർ പലപ്പോഴും പറയുന്നത് ഒരുപക്ഷെ ഇവിടെ വെള്ളം വീണാൽ പോലും ഈ സ്റ്റിക്ക് തെന്നുന്നൊരു സ്ഥിതിയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുമെന്നതാണ്. ഇത്രയധികം ബുദ്ധിമുട്ടിയാണ് ഈ ലോട്ടറിയുടെ ഏറ്റവും ഒരു ഉദാഹരണം മാത്രമായി എടുത്തതാണ് ഈ ജില്ലാ ഭാഗ്യക്കുറിയുടെ ഓഫീസ് എന്നുള്ളതാണ്. കാരണം ഏറ്റവും അധികം ഒരുപക്ഷെ ലോട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ജോലി ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അത്തരക്കാരുള്ള രീതിയിൽ ഇത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ചേട്ടാ, ഈ റാമ്പിന്റെ പ്രശ്നം എന്താണ് ശരിക്കും? ഈ റാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല സ്ലോപ്പായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കാൻ നേരത്ത് തെന്നുന്നതാണ്. പക്ഷേ ഇതിലൊരു മാറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഗുണകരമായിരുന്നു. തെന്നത്തില്ല, നമുക്ക് നടന്ന് കയറാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് നടന്ന് കയറാൻ പറ്റില്ല.
ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൽ നിന്നും എളുപ്പമാണ് സ്റ്റെപ്പ് കയറി വരാൻ. ചേട്ടാ, നമ്മൾ നോക്കുമ്പോഴേ മിക്ക ഓഫീസുകളുടെയും സ്ഥിതി ഇത്രയും പോലും ഒരു റാമ്പ് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെയൊക്കെ റാമ്പ് ഉണ്ട്, പക്ഷെ അതൊരു സൗകര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നശേഷി സൗഹൃദമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. എന്നാൽ അതിൻ്റെ ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭിന്നശേഷിക്കാർ പറയും അതിൻ്റെ ഗുണമുണ്ടോ ഇല്ല എന്നുള്ളത്. ഇതാണ് അവസ്ഥ. എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നത് അല്ലേ? ഒരു മാറ്റ് ആണെങ്കിൽ ഒരു പക്ഷേ ഇതിന് മേലിൽ മാറ്റ് ഇട്ടാൽ എല്ലാവർക്കും ഒരുപോലെ ഫലപ്രദമാവും. ഗ്രിപ്പുള്ള മാറ്റാണെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റ് വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ ഈ സ്റ്റിക്കാണ് നമുക്ക് മെയിനായിട്ടും തന്നെ നമ്മൾ നടക്കുമ്പോഴത്തേക്കും നമ്മൾ വീഴേണ്ട മെയിൻ കാരണം നമ്മുടെ സ്റ്റിക്ക് തെന്നുന്നതാണ്. അതിന് ഇത് മാറ്റാണെങ്കിൽ വലിയ വിഷയം ഉണ്ടാവില്ല. ഒരു 90% ഇതിന് പരിഹാരമാണ്. ഈ ടൈല് നല്ല തെന്നുന്നതാണ്. ഒന്നാമത് സ്ലോപ്പായിട്ടുള്ള സ്ഥലമാണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കടന്നു കഴിഞ്ഞാലും നമുക്കൊരു പരിധി വരെ പിടിച്ചു പോകാം. പക്ഷേ സ്ലോപ്പായിട്ടുള്ള സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. മഴ ടൈമാണെങ്കിൽ നമുക്ക് ഭയങ്കര റിസ്ക്കാണ് ഇതിലോട്ട് കയറാനൊക്കെ. ഞാൻ ഒരു ഭിന്നശേഷിയുടെ ലോട്ടറി കച്ചവടക്കാരുടെ ഒരു സംഘടനയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒട്ടനവധി പേരുണ്ട്. അവരുടെ എല്ലാം ബുദ്ധിമുട്ടിൻ്റെ ഒരു കാര്യം ഇതാണ്. ഇതെല്ലാം താണ്ടി നമ്മൾ ലോട്ടറി ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ ഒരു പരാതി. ലോട്ടറി ഓഫീസിൽ ടിക്കറ്റ് ഹോൾസെയിൽ കച്ചവടക്കാർക്കാണ് ഇവിടെ ടിക്കറ്റ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. അവർക്ക് ലക്ഷക്കണക്കിന് ടിക്കറ്റാണ് കൊടുക്കുന്നത്. അവർ റീറ്റെയിൽ കച്ചവടക്കാർക്ക് കൊടുത്തോട്ടെ, വിഷയമില്ല. എന്നാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, നമുക്കതിൽ പരാതിയില്ല. പക്ഷേങ്കിൽ ഹോൾസെയിൽ കച്ചവടക്കാർ ഒത്തിരി റീറ്റെയിൽ കടകൾ അവർ തുടങ്ങി. അപ്പോൾ അവർ ഹോൾസെയിൽ എടുത്തുകൊണ്ട് വന്നാൽ അവരെ റീറ്റെയിൽ കടയിലിട്ട് അവർ വിറ്റൊഴിക്കുന്നു. സാധാരണ നമ്മളെപ്പോലെ പാവപ്പെട്ട കച്ചവടക്കാർക്ക് ലോട്ടറി ഓഫീസിലുമില്ല, ഹോൾസെയിൽ എടുത്തുകൊണ്ട് പോകണ ഡീലർമാരിൽ നിന്ന് ടിക്കറ്റ് കിട്ടാൻ പറ്റാത്ത വളരെ ഒരു സാഹചര്യം, വളരെ വല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ലോട്ടറി മേഖലയായിട്ട് ബന്ധപ്പെട്ട്. ഭിന്നശേഷിക്കാരെന്ന് മാത്രമല്ല, ഭിന്നശേഷിക്കാരും പൈസ ഇല്ലാത്തവരാണ് ഈ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. നേരത്തെ ടിക്കറ്റ് പൈസ കൊടുത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അന്നന്ന് വിറ്റ് ടിക്കറ്റ് എടുക്കുന്നവർക്കാണ് ഈ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. ഈ പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയും ദൂരം താണ്ടി ഇത്രയും ബുദ്ധിമുട്ടോടെ ഇവിടെ എത്തിയാലുമുള്ള പ്രശ്നങ്ങളാണ് ഈ പറയുന്നത്. ചേട്ടാ, പലപ്പോഴും പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ആവശ്യങ്ങൾക്കായി പോകേണ്ടി വന്ന ഒരാളെന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റം വരുത്തണമെന്ന് തോന്നുന്ന, പ്രധാനമായും ഭിന്നശേഷി സൗഹൃദമാകണമെന്ന് തോന്നുന്ന ഇടങ്ങൾ ഏതൊക്കെയാണ്? അതെങ്ങനെ മാറ്റം വരുത്താമെന്നാണ് തോന്നുന്നത്? എനിക്ക് ഏറ്റവും മെയിനായിട്ട് തോന്നുന്നത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ പൂജപ്പുര ഒരു വൊക്കേഷണൽ ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. അവിടുത്തെ റോഡ് തൊട്ട് തുടങ്ങണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ റോഡ് വന്ന് നോക്കേണ്ട ഒരു സംഭവമാണ്. ഭിന്നശേഷിക്കാർക്ക് നടക്കാനോ അവർക്ക് വാഹനം ഉപയോഗിക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യമുള്ള ഒരു സ്ഥലമാണ് അത്. ഇതുപോലെ ഒട്ടനവധി ഓഫീസുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. കാര്യത്തിലെല്ലാം ഇപ്പം നിയമനം ആയാലും ഭിന്നശേഷിക്കാർക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തൊഴിലാണ്. അവർക്ക് ഗവൺമെൻറ് നിശ്ചയിക്കുന്ന 4% സംവരണമാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവർ പറയുന്നത് തന്നെ PSCയുടെ നിയമനത്തിൻ്റെ 4% എന്നാണ് കൊടുക്കുന്നത്. അങ്ങനെയല്ല വികലാംഗർക്ക് ഭിന്നശേഷിക്കാർക്ക് കിട്ടുന്നത്. ഗവൺമെൻറ് നിശ്ചയിച്ചുള്ള പോസ്റ്റുകളുടെ 4% സംവരണം മാത്രമാണ് കിട്ടുന്നത്. അപ്പോഴേ PSCയുടെ നിയമനമായിട്ട് തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ നിയമനമാണ് ഭിന്നശേഷിക്കാർക്ക് ലഭിക്കുന്നത്. അത് ഭിന്നശേഷിക്കാർക്ക് മാത്രമാണ് ഇങ്ങനത്തെ ഒരു പോരായ്മ ഉള്ളതും നഷ്ടമുള്ളതും. അപ്പോഴേ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റുകളും ഇപ്പം PSC എഴുതാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഉള്ള ഒട്ടനവധി ഭിന്നശേഷിക്കാരുണ്ട്. അവർക്ക് താൽക്കാലികമായിട്ട് ജോലി ചെയ്ത സ്ഥലത്ത് സൂപ്പർ ന്യൂമറി തസ്തികയിൽ ജോലി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിൽ നിന്നുള്ളതല്ല, എല്ലാ ഗവൺമെൻറ്റിനും ഉള്ളതാണ്. അവരത് ചെയ്ത് ഭിന്നശേഷിക്കാരെ സഹായിക്കണമെന്നാണ് ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. അതാണ്, സർക്കാരിൻ്റെ അത്തരത്തിലുള്ള പദ്ധതികൾ വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇവരെ പരിഗണിക്കേണ്ട ആവശ്യകതയുണ്ട് എന്നുള്ളതാണ്. കാരണം പലയിടങ്ങളിലും ഭിന്നശേഷി സൗഹൃദമാക്കുമെന്ന് പറഞ്ഞു. ഒരു പക്ഷേ 2015 ബാരിയർ ഫ്രീ എന്ന രീതിയിൽ ഒരു പദ്ധതി തന്നെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നത്. പക്ഷേ ആ പദ്ധതി എവിടെ എത്തി എന്ന ചോദ്യത്തിന് ഇപ്പോൾ ആ പദ്ധതി ഇല്ല എന്നുള്ള ഉത്തരമാണ് പറയാനുള്ളത്. കാരണം ഈ പറയുന്നത് പോലെ ഫണ്ട് ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളായിരുന്നു പറഞ്ഞത്. തുടക്കത്തിൽ ചില പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ തന്നെയും ഈ ഭിന്നശേഷി
ഭിന്നശേഷി സൗഹൃദമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നെങ്കിലും ഇപ്പോൾ പല മേഖലകളിലും അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളിലും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്നതാണ്. പൊതുമേഖല മാത്രമല്ല, സ്വകാര്യ മേഖല നോക്കിയാലും ഇത് തന്നെയാണ് അവസ്ഥയുള്ളത്. പക്ഷേ ഇവർ പറയുന്നത് പലപ്പോഴും ഭിന്നശേഷി സൗഹൃദമാണ് എന്ന് തോന്നിക്കയറുന്ന സ്ഥാപനങ്ങളിൽ പോലും, ഒരു പക്ഷേ ഞാൻ ഇപ്പോൾ കാണിച്ച ഈ സ്ഥാപനത്തിൽ പോലും ഇതാണ് സ്ഥിതി എന്നുള്ളതാണ്. ഇതൊരു ഉദാഹരണമായി കാണിച്ചതാണ്. കാരണം ഇത് ഒറ്റപ്പെട്ട ഒരു സ്ഥലമല്ല, മറ്റെല്ലായിടങ്ങളിലും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഒരുപക്ഷെ ഭിന്നശേഷി സൗഹൃദമേ ആയിരിക്കില്ല. ഇനി ഭിന്നശേഷി സൗഹൃദമായ ഒരു റാമ്പോ അത്തരത്തിലുള്ള സംവിധാനങ്ങളോ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു പക്ഷേ അടുത്ത റാമ്പ് ഇറങ്ങിയതിനു ശേഷം 2 സ്റ്റെപ്പ് അടി മുന്നോട്ട് കയറേണ്ട അവസ്ഥ വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ബാത്റൂമിന്റെ സൗകര്യം പോലും എല്ലാം പരിശോധിക്കുമെങ്കിലും ബാത്റൂം അത് ഭിന്നശേഷി സൗഹൃദമാണോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അതുമല്ല എന്നത് തന്നെയാണ് ഉത്തരമായി പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഭിന്നശേഷി സൗഹൃദത്തിന് അവാർഡടക്കം കിട്ടിയ ഒരു ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. പക്ഷേ ഇത്രത്തോളം ഒരിടത്തും പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഉത്തരം തന്നെയാണ് നമുക്ക് ഇതിലൂടെയും പറയാൻ കഴിയുന്നത്. ഈ പറഞ്ഞതുപോലെ ഈ ഭിന്നശേഷിക്കാരെ അല്ലെങ്കിൽ ഇവരെ സാമൂഹ്യമായി മുന്നേറാൻ സഹായിക്കുക അല്ലെങ്കിൽ അവരെ പിടിച്ചുയർത്തുക എന്നുള്ളതാണ് ഇത്തവണത്തെ മോട്ടോയും പറയുന്നത്. പക്ഷേ അത്തരത്തിൽ നമുക്ക് പിടിച്ചുയർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഇവരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന കാര്യം സർക്കാരും പരിശോധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്.